ഇതൊന്നും വേണ്ടല്ലോ. പടച്ചവനോട് എപ്പോഴും നമുക്ക് വിളിക്കാം. എന്തെങ്കിലും വേണോ? റീചാർജ് ചെയ്യണോ? ഈമാൻ ഇങ്ങനെ റീചാർജ് ചെയ്താൽ മതി, സ്വന്തം റീചാർജ് ചെയ്താൽ മതി. ഒരു പണിയില്ല, റബ്ബിനോട് വിളിക്കുക. അപ്പം നമുക്ക് എല്ലാം ഒരുക്കി തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ വഴി അതിനെ അരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവൻ ഉണ്ടാക്കിയൊരു സംവിധാനം എന്ന് പറയുന്നത്, നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ദഹിപ്പിക്കേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് മുഴുവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നുങ്ങ് നമ്മളൊക്കെ ഒരു ബ്ലാഡർ ഉണ്ടല്ലോ, നമ്മുടെ അതിന് മൂത്രസഞ്ചി എന്നല്ലേ പറയുക. ആ മൂത്രസഞ്ചിയുടെ സംവിധാനം നോക്ക്, അതിലേക്ക് ഇപ്പോഴും ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ ഉറ്റി വീഴുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു 300-350 ml ആകുമ്പോൾ പറയും, എഴുന്നേക്കടാ പോ മൂത്രം ഒഴിക്ക്. വല്ലാത്തൊരു സെൻസറല്ലേ. ആ സെൻസർ നഷ്ടമായിട്ടുണ്ടോ? ഇല്ലല്ലോ. നഷ്ടമായിട്ടില്ലല്ലോ. ഇല്ല. പടച്ചവൻ നമുക്ക് നൽകിയത്. അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ഇത്ര ബന്ധമുള്ള നമ്മുടെ പടച്ചവൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര ബന്ധമുള്ള പടച്ചവൻ. ആ പടച്ചവനോട് മാറി ഇരുന്നിട്ടേ നമ്മൾ സംസാരിക്കുക, ചാറ്റ് ചെയ്യാണ്, നമ്മുടെ ദുഃഖം പറയുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ്, നമുക്ക് ലഭ്യമായതിലുള്ള സംതൃപ്തികൾ പടച്ചവനോട് രേഖപ്പെടുത്തുക.